കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായി ലിയോ 14 തിരഞ്ഞെടുത്ത കോൺക്ലേവിൽ എത്ര കർദ്ദിനാളുമാരാണ് പങ്കെടുത്തത്? 133 പേരാണ്. 69 രാജ്യങ്ങളിൽ നിന്നുള്ള കർദ്ദിനാൾമാർക്കാണ് കോൺക്ലേവിൽ പങ്കെടുക്കാനുള്ള അർഹത. കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായ ലിയോ 14 തിരഞ്ഞെടുത്ത കോൺക്ലേവിൽ 133 പേരാണ് പങ്കെടുത്തത്. ജപ്പാനെ പിന്തള്ളി ലോകത്തെ 4ാമത് സമ്പദ്വ്യവസ്ഥയായി മാറിയ US സംസ്ഥാനമാണ് കാലിഫോർണിയ. ജപ്പാനെ പിന്തള്ളി ലോകത്തെ 4ാമത്തെ സമ്പദ്വ്യവസ്ഥയായി മാറിയ US തലസ്ഥാനമാണ് കാലിഫോർണിയ. US രാജ്യമാകെയും ജർമ്മനി, ചൈന എന്നിവയുമാണ് കാലിഫോർണിയയ്ക്ക് മുന്നിലുള്ളത്. അന്താരാഷ്ട്ര ഡിസൈൻ ദിനം എന്നാണ്. അന്താരാഷ്ട്ര ഡിസൈൻ ദിനം എന്ന് പറയുന്നത് ഏപ്രിൽ 27 ഏപ്രിൽ 27. 1963 ഏപ്രിൽ 27 ലണ്ടൻ ആസ്ഥാനമായി ഇൻ്റർനാഷണൽ കൗൺസിൽ ഓഫ് ഡിസൈൻ രൂപം കൊണ്ടതിൻ്റെ സ്മരണാർത്ഥം 1995 മുതൽ ദിനാചരണം നടന്നുവരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ജാതി സെൻസസ് എത്ര ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്? 2 ഘട്ടങ്ങളിലായാണ്. ജനസംഖ്യാ കണക്കെടുപ്പിനോടൊപ്പം ആദ്യഘട്ടം 2026 ഒക്ടോബർ 1 തുടങ്ങും. രണ്ടാം ഘട്ടം 2027 മാർച്ച് 1 തുടങ്ങും. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ജാതി സെൻസസ് എത്ര ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്? അത് 2 ഘട്ടങ്ങളിലായിട്ടാണ്. ഏപ്രിൽ 26 കോഴിക്കോട് അന്തരിച്ച പ്രശസ്ത ചരിത്രകാരൻ ആരാണ്? MGS നാരായണൻ. മുറ്റായിൽ ഗോവിന്ദമേനോൻ ശങ്കരനാരായണൻ എന്നാണ് യഥാർത്ഥ പേര്. ഏപ്രിൽ 26 കോഴിക്കോട് അന്തരിച്ചതാണ് MGS നാരായണൻ. രാജ്യത്തെ ആദ്യ പോളാർ ആൻഡ് ഓഷ്യൻ മ്യൂസിയം സജ്ജമായത് എവിടെയാണ്? അത് ഗോവയിലാണ്. ഗോവ വാസ്കോയിലെ നാഷണൽ സെൻറ്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ച് അങ്കണത്തിലാണ് ഈ മ്യൂസിയം ഒരുക്കിയത്. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 151. 2024 159. 2025 അത് 151. 151. ഒന്നാം സ്ഥാനം നോർവേക്കാണ്. എസ്തോണിയ, നെതർലൻഡ്, സ്വീഡൻ 2, 3, 4 സ്ഥാനത്താണ്. 180 രാജ്യങ്ങളുടെ സൂചികയിൽ എറിത്രിയയാണ് ഏറ്റവും പിന്നിൽ വന്നത്. ഏപ്രിൽ 28 അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകൻ ആരാണ്? ഷാജി N കരുൺ. ആദ്യ ചിത്രമായ പിറവിക്ക് കാൻ ചലച്ചിത്രമേളയിലെ ക്യാമറാദിയോൾ ഉൾപ്പെടെ 30ലേറെ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ ലഭിച്ചു. സ്വം, വാനപ്രസ്ഥം, നിഷാദ്, കുട്ടിസ്രാങ്ക് എന്നിവയാണ് സംവിധാനം ചെയ്ത മറ്റ് സിനിമകൾ. ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ജനാസു. ഉത്തരാഖണ്ഡിലെ ജനാസു ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തരംഗമാണ്. ജനാസു ഉത്തരാഖണ്ഡിലെയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ഋഷികേശ് കർണപ്രയാഗ് പദ്ധതിയിൽ ജനാസുവിനും ദേവപ്രയാഗിനും ഇടയിലുള്ള ഭാഗത്ത് 14.58 കിലോമീറ്റർ നീളത്തിലാണ് തുരങ്കമുള്ളത്. അടുത്തിടെ അന്തരിച്ച ഡോക്ടർ സംഘമിത്ര ഗഡേക്കർ ഏത് നിലയിൽ അറിയപ്പെട്ട വനിതയാണ്? ആണവ വിരുദ്ധ പ്രവർത്തക. ആണവ വിരുദ്ധ പ്രവർത്തക. ഏഷ്യയിൽ നടന്ന ഏത് യുദ്ധം അവസാനിച്ചതിൻ്റെ 50ാം വാർഷികമാണ്? 2025 ഏപ്രിൽ 30. അത് വിയറ്റ്നാം യുദ്ധമാണ്. ഏഷ്യയിൽ നടന്ന ഏത് യുദ്ധം ആണ് 50ാം വാർഷികമായി ആഘോഷിച്ചത്? അത് വിയറ്റ്നാം യുദ്ധത്തിൻ്റെതാണ്. കാനഡയിൽ തുടർച്ചയായി എത്രാം തവണയാണ് ലിബറൽ പാർട്ടി അധികാരത്തിലെത്തിയത്? കാനഡയിൽ തുടർച്ചയായി 4ാം തവണയാണ് ലിബറൽ പാർട്ടി അധികാരത്തിലെത്തിയത്. ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചതിനെ തുടർന്ന് പ്രധാനമന്ത്രിയായ സാമ്പത്തിക വിദഗ്ധൻ മാർക്ക് കാർണി അധികാരത്തിൽ തുടരും. 20ാം നൂറ്റാണ്ടിലെ ഏകാധിപതികളിൽ പ്രധാനി ജീവനൊടുക്കിയിട്ട് 2025 ഏപ്രിൽ 30 80 വയസ്സ് തികയുന്നു. ആരാണത്? അഡോൾഫ് ഹിറ്റ്ലറാണ്. 20ാം നൂറ്റാണ്ടിൻ്റെ ഏകാധിപതികളിൽ ഒരു പ്രധാനി ജീവനൊടുക്കിയിട്ട് 2025 ഏപ്രിൽ 30 ആകുമ്പോഴേക്ക് 80 വർഷം തികയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരാണ് അഡോൾഫ് ഹിറ്റ്ലർ എന്നാണ്.
അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിൻ്റെ പരിശീലകനായ മലയാളിയാണ് പ്രൊഫസർ സണ്ണി തോമസ്. 2022 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചിരുന്നു. 2025 മെയ് 2 ഉദ്ഘാടനം ചെയ്യപ്പെട്ട വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്താണ്? രാജ്യത്തെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണ്. മദർഷിപ്പുകൾ അടുപ്പിക്കാവുന്ന രാജ്യത്തെ ഏക മദർ പോർട്ട് കൂടിയാണ് വിഴിഞ്ഞം. സംസ്ഥാന സർക്കാരിന് വേണ്ടി നേതൃത്വം നൽകുന്നത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സ്പോർട്ട് ലിമിറ്റഡ്. രാജ്യാന്തര കപ്പൽ പാതയുടെ 10 നോട്ടിക്കൽ മൈൽ അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.